ഇതിന് ഒരുപാട് തവണ ചാർജിങ് ഡിസ്ചാർജിങ് നടത്താനുള്ള കഴിവുണ്ടാവും. ഇപ്പോൾ 1,00,000 തവണ ഞങ്ങളുണ്ടാക്കിയ മെറ്റീരിയൽ ഞങ്ങൾ ഏകദേശം 1,00,000 തവണ ചാർജിങ് ഡിസ്ചാർജിങ് ചെയ്ത് കഴിഞ്ഞിട്ട് പോലും അതിൻ്റെ എഫിഷ്യൻസിയിൽ കാര്യമായിട്ടുള്ള കുറവുണ്ടായിട്ടില്ല. 1 കിലോ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കറണ്ടും മറ്റെല്ലാ ചാർജും കൂടെ സ്കെയിലപ്പ് ചെയ്യുമ്പോഴുള്ളത് ഏകദേശം 10,000 രൂപയോ 15,000 രൂപയോ വരത്തുള്ളൂ. ഇപ്പോൾ ഇതേ ഗ്രേഡിലുള്ള ആക്ടിവേറ്റഡ് കാർബൺ ഇറക്കുമതി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ 1 കിലോയ്ക്ക് 1,00,000 2,00,000 ഒക്കെ കൊടുക്കേണ്ടി വരും. നമ്മൾ ഉണ്ടാക്കിയ ഈ സൂപ്പർ കപ്പാസിറ്റർ കുറേ സെല്ലുകൾ വെച്ച് നമ്മൾ LED വർക്ക് ചെയ്യിക്കാൻ നോക്കി. അപ്പോൾ LED വർക്ക് ചെയ്യിക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ അതൊരു 1 അവർ ഏകദേശം 1 അവറിൽ കൂടുതൽ ടൈം എടുത്തു അത് കംപ്ലീറ്റ് ഡിസ്ചാർജ് ആവാനായിട്ട്. NMR ഇന്ത്യയിൽ ഒരു കോളേജിൽ മാത്രമേ ഉള്ളൂ, അത് വിമൻസ് കോളേജിലാണ്. 5 വർഷമായിട്ട് ഞങ്ങൾ സക്സസ്ഫുള്ളി ആകെ ഒരു കോളേജിലേ ഉള്ളൂ. ഇലക്ട്രിക് വാഹനങ്ങൾ അന്ധമായി പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോൾ അവയുടെ ബാറ്ററി നിർമ്മാണം പരിസ്ഥിതിക്ക് എത്രമാത്രം ആഘാതമാണ് നൽകുന്നതെന്ന് സയൻസ് ടോക്കിന്റെ മുൻപൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്തതാണ്. കാലാവധി കഴിഞ്ഞ ലിഥിയം ബാറ്ററികൾ റീസൈക്കിൾ ചെയ്തില്ലെങ്കിൽ പരിസ്ഥിതിക്ക് അതിവിനാശകരവുമാണ്. ഈ പ്രതിസന്ധി മറികടക്കാൻ പരിസ്ഥിതിക്ക് അനുയോജ്യമായ ഊർജ സംഭരണ യൂണിറ്റുകൾ വികസിപ്പിക്കുന്നത് എത്രമാത്രം ഫലപ്രദമാണ്? നമസ്കാരം. ഏഷ്യാനെറ്റ് ന്യൂസ് സയൻസ് ടോക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പരിസ്ഥിതിക്ക് അനുയോജ്യമെന്ന് മാത്രമല്ല, പ്രാദേശികമായി ധാരാളം ലഭിക്കുന്ന നാളികേര തൊണ്ടിൽ നിന്നും ലോകോത്തര നിലവാരമുള്ള സൂപ്പർ കപ്പാസിറ്ററുകൾ വികസിപ്പിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം ഗവൺമെൻറ് വിമൻസ് കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഗവേഷണ വിഭാഗം. ഗവേഷണത്തിന് നേതൃത്വം നൽകിയ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സേവിയർ TS പ്രധാന ഗവേഷക വിദ്യാർത്ഥി മെറിൻ ടോമിയും ആണ് ഇന്ന് ദ സയൻസ് ടോക്കിൽ അതിഥികൾ. സയൻസ് ടോക്കിലേക്ക് സ്വാഗതം ഡോക്ടർ സേവിയർ, മെറിൻ ടോമി. നമുക്ക് പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഈ കപ്പാസിറ്ററുകൾ എന്താണ്, അതിൽ നിന്നും സൂപ്പർ കപ്പാസിറ്ററുകൾ എന്താണ് അതിൻ്റെ ആവശ്യകത എന്നൊന്ന് ലളിതമായിട്ട് വിശദീകരിക്കാമോ? ഒരു കപ്പാസിറ്റർ എന്ന് പറയുന്നത് 2 ലോക പാളികൾക്കിടയിൽ വച്ചിട്ടുള്ള ഇൻസുലേറ്ററാണ് അതിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ലോകപാളികളിലോട്ട് ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ചാർജ് ആ ലോകപാളികളിൽ ഒഴുകിയെത്തുകയും അത് സ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കപ്പാസിറ്ററിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത്. ഈ ചാർജ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും തിരിച്ച്. അതേ സമയത്ത് സൂപ്പർ കപ്പാസിറ്ററിലും ഈ വസ്തുക്കളുണ്ടാവും. ഉദാഹരണത്തിന് 2 ലോകപാളികളുണ്ടാവും, അല്ല എങ്കിൽ അതിന് പകരം കാർബൺ ക്ലോത്ത് പോലുള്ള സാധനങ്ങളുണ്ടാവാം. ഇതിനിടയിൽ നമ്മൾ വയ്ക്കുന്നത് ഒരു ഇലക്ട്രോലൈറ്റാണ്. അതൊരു പേപ്പറിലോ അല്ല എങ്കിൽ ജെൽ രൂപത്തിലോ ഉള്ള ഇലക്ട്രോലൈറ്റ് ആയിരിക്കും വയ്ക്കുക. ഈ ലോകപാളികളിൽ പ്രത്യേക തരത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നാനോ മെറ്റീരിയൽസ് കോട്ട് ചെയ്തെടുക്കുന്നു. ഈ നാനോ മെറ്റീരിയലിൻ്റെ പ്രത്യേകത ഇതിന് ഉയർന്ന പ്രതല വിസ്തീർണം ഉണ്ടാകും. അതോടൊപ്പം തന്നെ ട്യൂൺ ചെയ്തെടുത്തിട്ടുള്ള പോറോസിറ്റി ഉണ്ടാകും. സൂക്ഷ്മമായിട്ടുള്ള നാനോ ആയിട്ടുള്ള അല്ലെങ്കിൽ മെസോപോറസ് ആയിട്ടുള്ള സൂക്ഷ്മ സുഷിരങ്ങൾ ഉണ്ടാകും. നമുക്കത് നഗ്ന നേത്രങ്ങളിലൊന്നും കാണാൻ പറ്റില്ല. സെം അനാലിസിസിലൂടെ മാത്രമേ അത്തരത്തിലുള്ള പോറോസിറ്റി കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ പോറോസിറ്റിക്ക് ഒരു പ്രത്യേകതയുള്ളത് ഇതിലോട്ട് അയോണുകളെ കൊണ്ടെത്തിക്കുന്നതിനും അതിൽ സ്റ്റോർ ചെയ്യുന്നതിനും സാധിക്കും. അപ്പോൾ ഒരു സൂപ്പർ കപ്പാസിറ്ററിൻ്റെ കാര്യത്തിൽ അയോണുകളുടെ രൂപത്തിലും ചാർജിൻ്റെ രൂപത്തിലും പ്ലേറ്റുകളിൽ ചാർജിൻ്റെ രൂപത്തിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഈ മെറ്റീരിയലിൽ അയോണിൻ്റെ രൂപത്തിലും ചാർജ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ വളരെ അധികം ചാർജ് ഒരേ സമയത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സൂപ്പർ കപ്പാസിറ്ററുകളിൽ സാധിക്കും. അപ്പോൾ അത് അതിൻ്റെ മെറ്റീരിയലിൻ്റെ പ്രത്യേകതയാണ്. ആ മെറ്റീരിയൽ എന്തുമാത്രം പോറോസിറ്റി ഉണ്ട്, എന്തുമാത്രം കണ്ടക്റ്റീവ് ആണ്, എന്തുമാത്രം ഉപരിതല വിസ്തീർണമുണ്ട് എന്നുള്ളതിനനുസരിച്ച് നമുക്ക് ചാർജ് സ്റ്റോർ ചെയ്യുന്നതിൻ്റെ അളവ് കൂട്ടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ലോകമെമ്പാടും ഉപയോഗിക്കുന്ന ഒരു അടിസ്ഥാന പദാർത്ഥം എന്ന് പറയുന്നത് കാർബൺ ബേസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെയാണ്. പോറസ് ആയിട്ടുള്ള കാർബൺ തന്നെയാണ് സൂപ്പർ കപ്പാസിറ്ററുകൾക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇലക്ട്രിക് വെഹിക്കിളുകളിൽ തന്നെ ഒരു കമ്പോണൻ്റായിട്ട് വരുന്ന സൂപ്പർ കപ്പാസിറ്ററുകൾ മിക്കവാറും ഉണ്ടാവും. കാരണം ഏറ്റവും കൂടുതൽ പവർ ഡെലിവറി ചെയ്യേണ്ട ആവശ്യങ്ങൾക്ക് സൂപ്പർ കപ്പാസിറ്ററുകൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ബാറ്ററികൾക്ക് എനർജി ഡെൻസിറ്റി അല്ലെങ്കിൽ എനർജി കൂടുതലാണെങ്കിലും വളരെ പെട്ടെന്ന് ഒരു പവറിൻ്റെ ആവശ്യം വരുന്നു. ഫോർ എക്സാമ്പിൾ ഇലക്ട്രിക് ബ്രേക്കിംഗ് സിസ്റ്റം, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് സൂപ്പർ കപ്പാസിറ്ററുകൾ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ സൂപ്പർ കപ്പാസിറ്ററുകൾ ഇലക്ട്രിക് വെഹിക്കിളുകളുടെ ഒരു ഭാഗമായിട്ട് ഇന്നും ഉപയോഗിക്കുന്നുണ്ട്. അത് പുറത്ത് അറിയപ്പെടുന്നത്
ബാറ്ററിയുടെ പേരിൽ മാത്രമാണ് എന്ന് മാത്രമേ ഉള്ളൂ. മറ്റെവിടൊക്കെ ഉപയോഗമുണ്ട്? എല്ലാ തരം ഇലക്ട്രോണിക് സാധനങ്ങളിലും കൺസ്യൂമർ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളിലും ഇപ്പോൾ ചാർജ് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യങ്ങൾക്കൊക്കെ ഇന്ന് സൂപ്പർ കപ്പാസിറ്ററുകൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇതിന് ഒരുപാട് തവണ ചാർജിങ് ഡിസ്ചാർജിങ് നടത്താനുള്ള കഴിവുണ്ടാവും. ഇപ്പോൾ 1,00,000 തവണ ഞങ്ങളുണ്ടാക്കിയ മെറ്റീരിയൽ ഞങ്ങൾ ഏകദേശം 1,00,000 തവണ ചാർജിങ് ഡിസ്ചാർജിങ് ചെയ്ത് കഴിഞ്ഞിട്ട് പോലും അതിൻ്റെ എഫിഷ്യൻസിയിൽ കാര്യമായിട്ടുള്ള കുറവുണ്ടായിട്ടില്ല. 1% താഴെ മാത്രമേ കുറവ് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പല സ്ഥലങ്ങളിലും ഇത് ഇന്ന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അറിയപ്പെടുന്നത് ബാറ്ററി ആയിട്ടാണ് എങ്കിലും സൂപ്പർ കപ്പാസിറ്ററുകൾ ഇന്ന് പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മൾ അറിയുന്നത് ബാറ്ററി എന്നുള്ള രീതിയിലാണ് സാധാരണ മനുഷ്യരത് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതിൽ ആക്ടിവേറ്റഡ് കാർബൺ ആണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഞങ്ങൾ ഉപയോഗിച്ച ആക്ടിവേറ്റഡ് കാർബൺ പ്രത്യേകിച്ച് ഈ സൂപ്പർ കപ്പാസിറ്ററിന് വേണ്ടിയിട്ട് ട്യൂൺ ചെയ്തെടുത്തിട്ടുള്ള ആക്ടിവേറ്റഡ് കാർബൺ ആയിരുന്നു. കാരണം ഈ ആക്ടിവേറ്റഡ് കാർബണിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പോറോസിറ്റി നമ്മൾ എന്തുകൊണ്ടാണ് ഇതിനെ ആക്ടിവേറ്റഡ് കാർബൺ എന്ന് പറയുന്നത്? സാധാരണ കാർബൺ എന്ന് പറയുന്നത് നമ്മൾ ഓക്സിജൻ്റെ സാന്നിധ്യത്തിലും ഒക്കെ കത്തിച്ചെടുക്കുന്ന കരിയെയാണ് നമ്മൾ കാർബൺ എന്ന് പറയുന്നത്. അത് ഒരുപാട് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. വാട്ടർ പ്യൂരിഫിക്കേഷൻ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. ആക്ടിവേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ കാർബണിൻ്റെ പ്രോപ്പർട്ടിയെ കുറച്ചുകൂടെ ഒന്ന് ട്യൂൺ ചെയ്തെടുക്കുകയാണ്. നമുക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലോട്ട് അതിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളിലാണ് വേരിയേഷൻ ഉണ്ടാകുന്നത്. ഒന്ന്, അതിൻ്റെ ഉപരിതല വിസ്തീർണം വളരെയേറെ കൂടുന്നു. ഉദാഹരണത്തിന് നാനോ സൈസിലോട്ട് മാറുന്ന സർഫസ് ഏരിയ കൂടും. വോളിയം ടു ഏരിയ, സർഫസ് ഏരിയ എന്ന് പറയുന്ന റേഷ്യോ വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിവിടെ ഉപയോഗിച്ചത് ഏകദേശം 1250 അടുപ്പിച്ചുള്ള സർഫസ് ഏരിയ ഉള്ള, അതായത് 1 ഗ്രാം വസ്തു എടുത്തു കഴിഞ്ഞാൽ അതിന് 1250 മീറ്റർ സ്ക്വയറോളം സർഫസ് ഏരിയ ഉണ്ട്. ഏകദേശം ഒരു ഫുട്ബോൾ കോർട്ടിൻ്റെയൊക്കെ വലുപ്പം വരുന്ന രീതിയിലുള്ള സർഫസ് ഏരിയ ഉള്ള മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാ നാനോ മെറ്റീരിയലുകളുടെയും പ്രത്യേകതയാണ്. പിന്നെ ഉള്ളത് ഇതിൻ്റെ പോർ സൈസാണ്. വളരെ സൂക്ഷ്മങ്ങളായിട്ടുള്ള സുഷിരങ്ങൾ നമുക്കതിലുണ്ടാവും. ആ സുഷിരങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ട സൂപ്പർ കപ്പാസിറ്റർ ആപ്ലിക്കേഷൻ്റെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആ സുഷിരങ്ങൾക്കുള്ളിലാണ് ഈ അയോണുകൾക്ക് കടന്നിരിക്കാൻ തക്ക വലുപ്പമുള്ള സുഷിരങ്ങൾ വേണം. അതിനേക്കാളും ചെറുതാവാൻ പാടില്ല, തീരെ വലുതാവാനും പാടില്ല. തീരെ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പുറത്തോട്ട് വരും. അപ്പോൾ അതിനെ സ്റ്റോർ ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു കുപ്പിയിൽ എന്തെങ്കിലും സാധനം ഇട്ട് അടച്ചു വയ്ക്കുന്നത് പോലെ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഉള്ള പോർ സൈസ് ഉള്ള മെറ്റീരിയലുകളാണ് ഈ നാനോ കാർബൺ, ട്യൂൺ ചെയ്തെടുത്തിട്ടുള്ള നാനോ കാർബൺ ഉള്ളത്. മെറിൻ, നിങ്ങൾ പല വസ്തുക്കൾ പരീക്ഷിച്ച് കാണുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ തേങ്ങയുടെ തൊണ്ടിലേക്ക് എത്തിയത്? ഇപ്പോൾ ചകിരി ഉണ്ട്, നമുക്ക് അതിൽ നിന്ന് ചകിരി കിട്ടും, ഒരുപാട് വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ തൊണ്ടിലേക്ക് എത്തിയത് എങ്ങനെയാണ്? നമുക്കറിയാം, നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാർഷിക വിളയാണ് ഈ തെങ്ങ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട അവശിഷ്ടമായി വരുന്നത് ഈ തേങ്ങയുടെ തൊണ്ട് എന്ന് പറയുന്നതാണ്. പിന്നെ നമുക്ക് തേങ്ങയുടെ തൊണ്ട് എന്ന് പറയുന്നത് വളരെ കുറച്ച് ഭാഗം മാത്രമാണ് അത് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. ബാക്കിയൊക്കെ ഈ വേസ്റ്റ് എന്നുള്ള രീതിയിൽ ആൾക്കാർ വലിച്ചെറിയുക ചെയ്യുന്നത്. ചകിരി കയറ് നിർമ്മാണം വളരെ കുറച്ച്, ബാക്കി ഇത് മാത്രമാണ് നമ്മൾ വേസ്റ്റായിട്ട് നമ്മൾ കളയുക ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഉപയോഗിക്കുക എന്ന രീതിയിലാണ് നമ്മൾ ചകിരിയിൽ എത്തിക്കുന്നത്. ചകിരി കൂടാതെ ഈ തേങ്ങയുടെ തൊണ്ട് കൂടാതെ നമ്മൾ വേറെ മെറ്റീരിയലുകളും നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. കൊളവാഴ, ഈ വാഴത്തണ്ടിൻ്റെ തോട്, അതിലും നമ്മൾ പരീക്ഷണം നടത്തി നോക്കി. അപ്പോൾ അതിനേക്കാളും ഗുണങ്ങൾ കൂടുതൽ നമ്മുടെ തേങ്ങയുടെ തൊണ്ടിന് നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ തേങ്ങയുടെ തൊണ്ടിൻ്റെ തന്നെ പല ഭാഗങ്ങളെടുത്ത് പ്രത്യേകം നമ്മൾ ചെയ്ത് നോക്കി. അതിൻ്റെ നാര് മാത്രം, പിന്നെ ചകിരിച്ചോറ്, പിന്നെ നമ്മൾ തൊണ്ടോടുകൂടി ഇതും നമ്മൾ എടുത്തു നോക്കി. അപ്പോൾ അതിൽ തൊണ്ടോടുകൂടി ചകിരിക്കാണ് ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടീസ് കൂടുതൽ കിട്ടിയത്. അതിൻ്റെ ബയോളജിക്കൽ റീസൺ എന്താണെന്ന് വെച്ചാൽ അതിൽ ലിഗ്നിനും സെല്ലുലോസൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ കാർബണിൻ്റെ കണ്ടൻറ്റ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹൈ കാർബൺ കണ്ടൻറ്റിൽ നമുക്ക് ഇതുവഴി നമുക്ക് ആക്ടിവേറ്റഡ് കാർബൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചകിരി മാത്രം കത്തിക്കുന്നതിലും കൂടുതൽ കാർബൺ കണ്ടന്റ് തൊണ്ടോടുകൂടി നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടിയ, ഇപ്പോൾ നമ്മൾ ഈ തൊണ്ടിൽ നിന്ന് കിട്ടിയ നമുക്ക് ആക്ടിവേറ്റഡ് കാർബണിന് ഈ പറഞ്ഞോണം ഉയർന്ന ഉപരിതല വിസ്തീർണവും നല്ല പോറോസിറ്റിയും ഉണ്ട്. അപ്പോൾ അതിൻ്റെ പോറോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ തേനീച്ചക്കൂടിൽ നിറയെ സുഷിരങ്ങൾ കാണുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു ഉപരിതലം നമുക്ക് കാണാൻ പറ്റുന്നത്. അത്രയും സുഷിരങ്ങൾ പോലെ അത്രയും പോറസ് ആണ് നമുക്ക് കിട്ടിയ ആക്ടിവേറ്റഡ് കാർബൺ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് അയൺ മൂവ്മെൻറ്റിന് നന്നായിട്ടത് ഹെൽപ്പ് ചെയ്യും. ഈ തൊണ്ടോടുകൂടി കത്തിച്ച് കിട്ടുന്ന കാർബണിലാണ് പോറോസിറ്റിയും കൂടുതൽ. മറ്റേ ചകിരി തന്നെ കത്തിക്കുന്നതിനേക്കാളും ഉപരിതല വിസ്തീർണവും പോറോസിറ്റിയും രണ്ടും നമുക്ക് ഈ സൂപ്പർ കപ്പാസിറ്റർ എന്നുള്ള ആപ്ലിക്കേഷന് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് രണ്ടും കൂടുതൽ കിട്ടിയത് നമുക്ക് ഈ തൊണ്ടോടുകൂടി നമ്മൾ ചെയ്തപ്പോഴാണ് നമുക്ക് കൂടുതൽ കിട്ടിയത്. അങ്ങനെയാണ് ഈ തൊണ്ടയിലേക്ക് നമ്മൾ പിന്നീട് അതിൻ്റെ കൂടുതൽ ഗവേഷണം നടത്തിയത്. സർ, ഇതിൻ്റെ ഒരു ഗ്ലോബൽ സിനാരിയോ ഒന്ന് വിശദീകരിക്കാമോ? ഇന്ന് സൂപ്പർ കപ്പാസിറ്ററിൽ ഏറ്റവും കൂടുതൽ
പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് വിദേശ കമ്പനികൾ. 7-8 കമ്പനികൾ മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. അത് മിക്കവാറും US ബേസ്ഡ് ആയിട്ടുള്ളതായിരിക്കാം. ഓസ്ട്രേലിയ, ജപ്പാൻ, കൊറിയ ഇങ്ങനെയുള്ള കമ്പനികളാണ്. അവിടെ ഇതിൻ്റെ റിസർച്ചുകളും കൂടുതൽ നടക്കുന്നുണ്ട്. റിസർച്ച് എന്ന് പറയുന്നത് കൂടുതലും ഈ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നതിനാണ്. ചീപ്പായിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിസർച്ച്. അത് ഇൻഡസ്ട്രിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. പ്രൊഡക്ഷൻ കൂടുതൽ നടക്കുന്നത് ചൈനയിലാണ്. ചൈന കാരണം നമുക്കറിയാം ഗ്ലോബൽ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെയൊക്കെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഏകദേശം 30% സൂപ്പർ കപ്പാസിറ്ററുകൾ ഉപയോഗിക്കുന്നതും ചൈനയാണ്. ബാക്കിയുള്ളത് കയറ്റുമതി ചെയ്യപ്പെടുന്നു. പ്രധാനമായിട്ടും വാഹന വ്യവസായത്തിലും കൺസ്യൂമർ ഇലക്ട്രോണിക്സിലുമാണ് അത് കൂടുതലായിട്ടും ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നത്. ഇതാണ് ഗ്ലോബലി ഏകദേശം $1 ബില്യൺ അടുപ്പിച്ചുള്ള ടേൺ ഓവർ, $1 ബില്യൺ അടുപ്പിച്ചിട്ടുള്ള ടേൺ ഓവർ ചൈന ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ആഗോള വിപണിയിൽ സൂപ്പർ കപ്പാസിറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ട്. അത് ബാറ്ററിയുമായിട്ട് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറവായിരിക്കാം. പക്ഷേ ഒരു 10 വർഷത്തിനകത്തൊക്കെയുള്ള ഒരു ഡെവലപ്മെൻറ്റ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 2-3 ഇരട്ടിയായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മെറ്റീരിയൽ ഡെവലപ്മെൻറ്റാണ്. അപ്പോൾ ഇത് കൂടാതെ മറ്റ് പല മെറ്റീരിയലുകളുമുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗ്രാഫീൻ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഗ്രാഫീൻ്റെ കോസ്റ്റ് താങ്ങാൻ പറ്റുന്ന കാര്യമല്ല. അത് വെച്ചിട്ടൊരു സൂപ്പർ കപ്പാസിറ്റർ ഉണ്ടാക്കുകയാണ് എങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിനേക്കാളും 100 ഇരട്ടി വില നമ്മൾ കൊടുക്കേണ്ടി വരും. അതുപോലെ മെറ്റൽ ഓക്സൈഡ്സ് ഉണ്ട്, റുബീനിയം ഓക്സൈഡ്, ഇതുപോലുള്ള ഇതൊക്കെ തന്നെ പാരിസ്ഥിതികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും അതോടൊപ്പം തന്നെ കോസ്റ്റ്ലിയുമാണ്. അപ്പോൾ ഈ ഒരു കാർബണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇങ്ങനെ ഉണ്ടാക്കുന്ന കാർബണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ബയോ വേസ്റ്റാണ്. അതിനെ റീസൈക്കിൾ ചെയ്യുക എന്നുള്ളതോടൊപ്പം തന്നെ അത് എൻവയോൺമെൻറ്റിൽ കേടൊന്നും ഉണ്ടാക്കാതെ, പരിസ്ഥിതിക്ക് കേടൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ തന്നെയാണ് അത് പ്രോസസ്സ് ചെയ്യുന്നത്. എമിഷനൊക്കെ വളരെ നിയർലി 0 ആകത്തക്ക രീതിയിലാണ് അതിൻ്റെ ഇൻസ്ട്രുമെൻസൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളതും ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് പുറത്തോട്ട് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. രണ്ടാമത്തെ കാര്യം, ഈ വേസ്റ്റ് സംഭരിക്കുന്നതിന് ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലൂടെയോ കേരളത്തിൽ പണ്ടൊക്കെ കേരളത്തിൻ്റെ കായൽ തീരങ്ങളിലൊക്കെ തൊണ്ടിങ്ങനെ കൂട്ടിയിട്ടിട്ട് ഇപ്പോൾ അത് കാണാൻ വളരെ കുറവാണ്. കാരണം അത് അങ്ങനെയുള്ള മെത്തേഡ് അത് പരിസ്ഥിതിക്ക് കേടുണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ടുകൊണ്ട് അത് നിർത്തിയിരിക്കുകയാണ്. വേറെ കയറിനൊക്കെ പ്രൊഡക്ഷൻ ടെക്നോളജി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട്, ഈ ഒരു വേസ്റ്റ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള വേസ്റ്റ്, ഇത് മാത്രമല്ല വേറെയും റിസർച്ച് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ വേറെയും പല മെറ്റീരിയലുകൾ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതും വളരെ പ്രധാനമായിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന കാർബണിൻ്റെ പ്രൈസ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ 1 കിലോ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കറണ്ടും മറ്റെല്ലാ ചാർജും കൂടെ സ്കെയിലപ്പ് ചെയ്യുമ്പോഴുള്ളത് ഏകദേശം 10,000 രൂപയോ 15,000 രൂപയോ വരത്തുള്ളൂ. ഇപ്പോൾ ഇതേ ഗ്രേഡിലുള്ള ആക്ടിവേറ്റഡ് കാർബൺ ഇറക്കുമതി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ 1 കിലോയ്ക്ക് 1 ലക്ഷമോ 2 ലക്ഷമോ ഒക്കെ കൊടുക്കേണ്ടി വരും. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. അത് മാത്രമല്ല, ഇതൊരു പ്രോഡക്റ്റിലോട്ട് പോവുകയാണെങ്കിൽ, ഈ ഒരു കാർബണിനെ നമുക്ക് പ്രോഡക്റ്റായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയിൽ, ഞാൻ പറഞ്ഞല്ലോ, ഇതുണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ, കമ്പനികളെല്ലാം തന്നെ പുറം രാജ്യങ്ങളിലുള്ളതാണ്. അതുണ്ടാക്കുന്ന മാറ്റം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. പണ്ട് ചിപ്പ് ടെക്നോളജിയൊക്കെ വന്നപ്പോൾ നമ്മൾ മുഖം തിരിച്ച് നിന്നതിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ ചൈന നമ്മളെ കൊണ്ട് അനുഭവിപ്പിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ ഭീഷണിപ്പെടുത്തുന്നു, ചിപ്പ് അയക്കുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ എൻ്റയർ വെഹിക്കിൾ ഇൻഡസ്ട്രിയെ ഒരു സമയത്ത്, കോവിഡ് കഴിഞ്ഞിട്ടുള്ള സമയത്ത് വളരെയേറെ ബാധിച്ചതാണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ആയിട്ട് സൗഹൃദപരമായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ടെക്നോളജി നമ്മളിതിൽ നിന്ന് ഇവോൾവ് ചെയ്തെടുക്കുകയാണ് എങ്കിൽ അത് ഒരുപാട് മാറ്റങ്ങൾ ഇതിലുണ്ടാക്കും. ഇതിൻ്റെ കാലാവധി കഴിഞ്ഞാലും ഇത് പ്രകൃതിക്ക് കാർബണല്ലേ, കാർബണാണ് അതിലുപയോഗിക്കുന്ന, കോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ സ്റ്റീലോ അലുമിനിയോ ഒക്കെ ആയിരിക്കും. വെറുതെ ഒന്ന് തുടച്ച് കളഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും വെച്ചിട്ട് അസറ്റോൺ പോലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഇത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും, റീസൈക്കിൾ ചെയ്യാൻ സാധിക്കും. പിന്നെ ഉള്ളത് ഇലക്ട്രോലൈറ്റ് ആണ്. ഇലക്ട്രോലൈറ്റ് ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും. എന്നാൽ പോലും അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇലക്ട്രോലൈറ്റുകളും നമുക്ക് റീപ്രോസസ്സ് ചെയ്യാൻ സാധിക്കുന്ന സാധനങ്ങളാണ്. ഒന്നും നമുക്ക് കളയേണ്ടി വരില്ല. ഇതിൽ കാർബൺ മാത്രമായിരിക്കും പോകുന്നത്. അതും 1 ലക്ഷമോ 2 ലക്ഷമോ സൈക്കിളുകളുടെ ഉപയോഗത്തിന് ശേഷം. ബാറ്ററിയുടെ കാര്യത്തിലാണെങ്കിൽ കാരണം ഒരു ഇൻപുട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ കാലക്രമേണ. കാരണം നമുക്ക് ഇത് തന്നെ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന മെറ്റീരിയൽ, ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് മതിയല്ലോ. ലിഥിയം ബാറ്ററി ഒന്നും അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ലിഥിയം പ്രോസസ്സ് ചെയ്യുന്ന ഒരു ടെക്നോളജി വളരെ അപകടം പിടിച്ച പരിപാടിയാണ്. അത് കാലാവധി കഴിഞ്ഞ് അത് ഉപേക്ഷിച്ച് അത് തുറന്നാൽ പോലും പൊട്ടിത്തെറിക്കുന്ന അവസ്ഥ ഉണ്ടായി. ലാബിൽ തന്നെ അത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, ലിഥിയം ബാറ്ററി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും വളരെ കൂടുതലാണ്. ഒരു ചെറിയ കോയിൻസിൽ ഉണ്ടാക്കണമെങ്കിൽ തന്നെ അതിന് ആവശ്യമായിട്ടുള്ള മുതൽ മുടക്കം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇത് വെറുതെ കോട്ട് ചെയ്താൽ മതിയാവും.
മെറിൻ, ഈ നാനോ ടെക്നോളജിയും മൈക്രോവേവ് കെമിസ്ട്രി ഉപയോഗിച്ചാണല്ലോ ഈ ആക്ടിവേറ്റഡ് കാർബണും ഈ സൂപ്പർ കപ്പാസിറ്ററിൻ്റെ പ്രോട്ടോടൈപ്പും നിങ്ങൾ വികസിപ്പിച്ചത്. ഈ പ്രോസസ്സ് ഒന്ന് വിശദീകരിക്കാമോ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ? നമ്മൾ ഈ തൊണ്ടിൽ നിന്ന് നമ്മൾ ആക്ടിവേറ്റഡ് കാർബൺ ഉണ്ടാക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനെ നമ്മൾ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യുക എടുക്കുന്നത്. ആ കട്ട് ചെയ്തതിന് നിങ്ങൾ മെഷീൻ വെച്ചാണോ കട്ട് ചെയ്യുന്നത്? നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ ഇത് ചെയ്തു. നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ നമ്മൾ തന്നെ കട്ട് ചെയ്ത്, മെഷീനല്ല നമ്മൾ തന്നെ കട്ട് ചെയ്ത് നമ്മൾ ആദ്യം ഇത് ചെയ്തു, യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അല്ലാതെ ചിപ്സായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ട് അതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ ഉണക്കിയെടുക്കുന്നു. കാരണം അതിൽ എന്തെങ്കിലും പൊടിയോ ചെളിയോ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട് നമ്മൾ ആദ്യം തന്നെ അതിനെ ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് നമ്മളതിനെ ഡ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ തൊണ്ടിനെ കാർബണാക്കി മാറ്റുന്നത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് മൈക്രോവേവ് പൈറോളിസിസ് എന്ന് പറയുന്നത്. അത് ആ ഒരു ഇൻസ്ട്രുമെൻ്റ് വഴി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ, അതായത് ഒരു 20 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് തൊണ്ടിനെ കാർബണാക്കി മാറ്റിയെടുക്കാൻ പറ്റും. അത് നൈട്രജൻ്റെ പ്രസൻസിലാണ് നമ്മൾ ഈ കാർബണാക്കി മാറ്റിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാർബൺ ചാരമായി പോവുകയോ ഒന്നും ചെയ്യത്തില്ല. നമുക്ക് ഹൈ ക്വാളിറ്റി കാർബൺ നമുക്ക് ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് കിട്ടുകയും ചെയ്യും. ഈ നൈട്രജന്റെ പ്രസൻസിൽ കത്തിക്കുന്നത് കൊണ്ടാണ് ഇത് ചാരമാകാതെ കിട്ടുന്നത്. നമുക്കൊരു ഓക്സിജൻ അതിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ഒരു തുറന്നതിൽ എന്തായാലും ചെയ്താൽ അത് ചാരമായി പോകും. അപ്പോൾ ഇങ്ങനെ ഒരു നമ്മൾ കൺട്രോൾഡ് കണ്ടീഷനിൽ കൊടുക്കുമ്പോൾ അത് നമുക്കൊരു ഹൈ ക്വാളിറ്റി കാർബൺ ആയിട്ട് ഒട്ടും വേസ്റ്റ് ആവാതെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് കാർബണാക്കി കിട്ടും. പക്ഷേ ഇങ്ങനെ കിട്ടിയ കാർബണ് ഉപരിതല വിസ്തീർണം പോറോസിറ്റിയും കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മളൊരു ആക്ടിവേഷൻ എന്ന പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആക്ടിവേഷൻ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒരു കെമിക്കൽ ആക്ടിവേഷനും ചെയ്യാം, ഫിസിക്കൽ ആക്ടിവേഷനും ചെയ്യാം. പക്ഷേ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കെമിക്കൽ ആക്ടിവേഷനാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ഈ ബയോ കാർബൺ, നമുക്ക് ഈ പൈറോളിസിസ് യൂണിറ്റ് വഴി കിട്ടിയ കാർബണെ നമ്മളൊരു കെമിക്കലായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് അതിനെ ആക്ടിവേഷൻ ചെയ്യും. ആക്ടിവേഷൻ ചെയ്യുന്നത് ഹൈ ടെമ്പറേച്ചറിലാണ് നമ്മൾ ആക്ടിവേഷൻ ചെയ്യുന്നത്. ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന പ്രൊഡക്റ്റാണ് ആക്ടിവേറ്റഡ് കാർബൺ എന്ന് പറയുന്നത്. പിന്നെയും നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കലിനനുസരിച്ചും നമ്മൾ ആക്ടിവേഷൻ ചെയ്യുന്ന ടെമ്പറേച്ചറിനനുസരിച്ചും നമ്മുടെ ഈ ആക്ടിവേറ്റഡ് കാർബണിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യും. ചിലപ്പോൾ കൂടും, ചിലപ്പോൾ കുറയും. അപ്പോൾ അതുകൊണ്ട് ഇതിനാദ്യം നമ്മൾ ട്യൂൺ ചെയ്തെടുക്കണം. ഏത് കണ്ടീഷനിലാണ് നമ്മുടെ കാർബണ് ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടീസ് കൂടുതൽ കാണിക്കുന്നത്, ഏതിനാണ് ഉപരിതല വിസ്തീർണം കൂടുതൽ, പോറോസിറ്റി കൂടുതൽ. അപ്പോൾ അതൊരു ലോങ് പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ 2-3 കെമിക്കൽസിൽ നമ്മൾ ട്രൈ ചെയ്തു. കുറേ ആക്ടിവേഷൻ ടെമ്പറേച്ചർ നമ്മൾ 3-4 മാറ്റി നോക്കി. അങ്ങനെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്തെടുക്കുകയാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ആക്ടിവേറ്റഡ് കാർബൺ. എന്നിട്ട് നമുക്ക് കിട്ടിയ ഹൈ ക്വാളിറ്റി ഏതാണോ ഹൈ പെർഫോമൻസ് ആയിട്ട് കിട്ടിയത് അതിനെയാണ് നമ്മൾ സൂപ്പർ കപ്പാസിറ്ററായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് കിട്ടിയ ആക്ടിവേറ്റഡ് കാർബണിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ വെറ്റ് സർഫസ് ഏരിയ അനാലിസിസ് വഴിയാണ് നമ്മൾ അതിൻ്റെ സർഫസ് ഏരിയ ഉപരിതല വിസ്തീർണം നമ്മൾ കണ്ടുപിടിച്ചത്. അത് കഴിഞ്ഞിട്ട് മൈക്രോസ്കോപ്പിക് ഇമേജ് അനാലിസിസ് വഴി അതിൻ്റെ ഉപരിതലം എങ്ങനെയാണ്, പോറസ് ആണോ, എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളതൊക്കെ കണ്ടുപിടിച്ചു. അങ്ങനെ കിട്ടിയ ഹൈ ക്വാളിറ്റി ആക്ടിവേറ്റഡ് കാർബൺ നമ്മൾ സൂപ്പർ കപ്പാസിറ്ററായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. നേരത്തെ സാറ് പറഞ്ഞ പോലെ ഒരു സൂപ്പർ കപ്പാസിറ്റർ 2 ഇലക്ട്രോഡ്, അതിൻ്റെ ഇടയിൽ ഇലക്ട്രോലൈറ്റ് എന്നുള്ളൊരു അസംബ്ലിയിൽ നമ്മൾ അതിനെ സൂപ്പർ കപ്പാസിറ്ററായിട്ട് ഉപയോഗിച്ച് അതിന് എന്തുമാത്രം എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ വർക്ക് സ്റ്റേഷൻ വഴിയിട്ട് കണ്ടുപിടിക്കുക ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ അതല്ലെങ്കിൽ നമ്മളൊരു ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ എന്തോരം ഉപയോഗപ്പെടും എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ഈ സൂപ്പർ കപ്പാസിറ്റർ കുറേ സെല്ലുകൾ വെച്ച് നമ്മൾ LED വർക്ക് ചെയ്യിക്കാൻ നോക്കി. അപ്പോൾ LED വർക്ക് ചെയ്യിക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അതൊരു 1 അവർ ഏകദേശം 1 അവറിൽ കൂടുതൽ ടൈം എടുത്തു അത് കംപ്ലീറ്റ് ഡിസ്ചാർജ് ആവാനായിട്ട്, ആ LED കംപ്ലീറ്റ് ആയിട്ട് അണയാനായിട്ട്. അപ്പോൾ ഇതുവരെ കണ്ടുപിടിച്ച സൂപ്പർ കപ്പാസിറ്ററുകളൊക്കെ ഒരു 5 മിനിറ്റ് മാക്സിമം 5 മിനിറ്റിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അത് ഡിസ്ചാർജ് ആവും. അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് വഴി കിട്ടിയ ആക്ടിവേറ്റഡ് കാർബണ് ഒരു 1 അവറിൽ കൂടുതൽ അതിൻ്റെ ചാർജ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ വളരെ കുറച്ച് മാസമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, വളരെ കുറച്ച് മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മെറ്റീരിയൽ കൊണ്ട് നമുക്ക് ഇത്രയും ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മളതിനൊരു ലാർജ് സ്കെയിൽ എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയാൽ നമുക്ക് നല്ലൊരു രീതിയിൽ അതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടിയ ആക്ടിവേറ്റഡ് കാർബൺ നമുക്കൊരു ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷന് വളരെ യൂസ്ഫുള്ളാണ്. സർ, എങ്ങനെയാണ് ഇനി ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ്? കാരണം ഇതിനെ നമ്മൾ ഇപ്പോൾ ഒരു ആക്ടിവേറ്റഡ് കാർബണായിട്ട് ഇൻഡസ്ട്രിക്ക് കൊടുക്കാതെ ഈ കപ്പാസിറ്റർ തന്നെ, ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള കപ്പാസിറ്റർ തന്നെ അവിടെ നിർമ്മിക്കാനുള്ള ഒരു സ്റ്റാർട്ടപ്പ്, അതിലേക്ക് എങ്ങനെ വരാൻ പറ്റും? തീർച്ചയായിട്ടും സ്റ്റാർട്ടപ്പുകൾ മാത്രമേ സയൻസ് വിദ്യാഭ്യാസത്തിന് ഇനി സഹായിക്കത്തുള്ളൂ. അങ്ങനെ ഒരു സിനാരിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ കോളേജുകളിൽ സയൻസിൻ്റെ എൻറോൾമെൻറ്റ് റേഷ്യോ വളരെ കുറഞ്ഞു വരികയാണ്. ആർട്സിനൊക്കെ ഓക്കെയാണ്, പക്ഷേ സയൻസിൻ്റെ എൻറോൾമെൻറ്റ് കുറഞ്ഞു വരികയാണ്. പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തൊഴിൽ സാധ്യത ഇല്ല എന്നുള്ളതാണ്. IIT അല്ലെങ്കിൽ ഐസർ പോലുള്ള സ്ഥാപനങ്ങളിൽ ബെറ്ററാണ്. കാരണം
അവിടെ പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർട്ടപ്പുമായിട്ടോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നത് കൊണ്ട് അവർ അബ്സോർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ കാത്തു നിൽക്കും. പക്ഷേ ഒരു സാധാരണ കോളേജുകളിലോ യൂണിവേഴ്സിറ്റികളിലോ അങ്ങനെയുള്ള ഒരു കൾച്ചർ വന്നിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ ചില ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇൻഡസ്ട്രിയിലൊന്നും ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ട്. 2-3 പേര് ഡിസ്കഷന് വേണ്ടിയിട്ട് ഞങ്ങളെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബൾക്ക് ക്വാണ്ടിറ്റി ഓഫ് ദിസ് കാർബണാണ്. ആൾറെഡി ടെസ്റ്റഡ് സാധനമാണ്. എല്ലാ പ്രോപ്പർട്ടീസും നല്ല ലാബുകളിൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ള റിസൾട്ട് കാണിച്ചാൽ പോലും അവരാവശ്യപ്പെടുന്നത് വലിയ എമൗണ്ട് ഓഫ് കാർബണാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് റോ മെറ്റീരിയൽ തന്നെ വാങ്ങിച്ചിട്ട് അവർ പ്രോഡക്റ്റ്, പക്ഷെ അങ്ങനെ പോരല്ലോ, നമ്മൾ പ്രോഡക്റ്റ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒരു സ്വന്തമായിട്ടൊരു പ്രൊഡക്ഷൻ യൂണിറ്റിനെ കുറിച്ച് ആലോചിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കോളേജിൽ തന്നെ തുടങ്ങത്തക്ക രീതിയിലുള്ളൊരു സെറ്റപ്പിനെ കുറിച്ച് ആലോചിക്കുന്നത്. കുറച്ച് മുതൽ മുടക്ക് വേണ്ടി വരും. കാരണം ഇപ്പോൾ ഇൻഡസ്ട്രിയൊക്കെ ചോദിക്കുന്ന 2 കിലോ കാർബണാണ്. നമ്മുടെ ഒരു സെറ്റപ്പ് വെച്ചിട്ട് നമുക്ക് ഒരു റണ്ണിൽ 100 ഗ്രാം കോക്കനട്ടിൻ്റെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഏകദേശം തൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 5 ഗ്രാം 4 ഗ്രാം മെറ്റീരിയൽ മാത്രമേ നമുക്ക് ആക്ടിവേറ്റഡ് കാർബണായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് സ്കെയിലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മെറ്റീരിയലിൻ്റെ ഇത് കൊടുക്കുന്നതിനേക്കാളും ഇത് സ്കെയിലപ്പ് ചെയ്യുന്നതിന് ടെക്നോളജി അവൈലബിൾ ആണ്, പല സ്ഥലങ്ങളിലും അവൈലബിൾ ആയിരിക്കും. പക്ഷേ അതൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. നമ്മുടെ സിനാരിയിലോട്ട് കൊണ്ടുവന്നിട്ട് അതിനൊന്ന് ചേർത്ത് വെച്ചിട്ട് ഒരു സ്കെയിലപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ കപ്പാസിറ്റർ പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് ആൾറെഡി നിയമങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട്, ഇൻസ്ട്രുമെൻസും ഉണ്ട്. അത് വളരെ വിലയുള്ള സാധനമൊന്നുമില്ല. ഒരു 10-12 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സൂപ്പർ കപ്പാസിറ്റർ ഉണ്ടാക്കാൻ പറ്റും. അത് അവൈലബിളാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ദിവസം 2-3 കിലോ കാർബൺ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രൊഡക്ഷൻ ടെക്നോളജി ഉണ്ടാക്കുകയാണ്. അപ്പോൾ പലർക്കും അതിൽ താല്പര്യമില്ല. ദേ നീഡ് ദ ടെക്നോളജി, എങ്ങനെയാണോ ചെയ്യണം എന്നുള്ളത് മാത്രം മതി, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന കാർബൺ കൊണ്ടുപോയി. പക്ഷേ അത് രണ്ടും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മാത്രമേ ഒരു ഈ പ്രൊഡക്ഷൻ ഓഫ് കാർബണും പ്രൊഡക്ഷൻ ഓഫ് സൂപ്പർ കപ്പാസിറ്ററും കൂടെ ചേർന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്കഷനുകൾ നടക്കുന്നുണ്ട്, ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നടക്കുന്നുണ്ട്. ചിലർ പൈസ മുടക്കാൻ തയ്യാറാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ ഒരു സംവിധാനം ഇതുവരെ ഗവൺമെൻറ് സെക്ടറിൽ കോളേജുകളിൽ വന്നിട്ടില്ലാത്തത് കൊണ്ടുള്ള ഒരു ചെറിയ പ്രശ്നമുണ്ട്. പക്ഷേ ഉദ്യോഗസ്ഥരൊക്കെ വളരെ സപ്പോർട്ടാണ്. സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ പലരും ലാബ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇപ്പോൾ കണ്ണൂർ, എറണാകുളം, തിരുവനന്തപുരം ഇവിടെ 3 സയൻസ് പാർക്ക് കേന്ദ്രങ്ങൾ സർക്കാർ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അവയിൽ നിന്ന് ഉള്ള പ്രതികരണം എന്താണ്? സയൻസ് പാർക്കുമായിട്ട് ഈ വെക്കേഷനിൽ 2 ഡിസ്കഷനുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അവർ കൺവിൻസ്ഡ് ആണ്. നമ്മുടെ പേപ്പറും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ദേ ആർ കൺവിൻസ്ഡ്. പക്ഷേ അവർ ഇപ്പോൾ ട്രിവാൻഡ്രം കേന്ദ്രത്തിലാണ് ഡിസ്കഷൻ നടന്നത്. അപ്പോൾ അവർ പറയുന്നത് അവർ ഒരു ഇൻഡസ്ട്രിയൽ പാർട്ട്ണറെ നോക്കാം. അവർ ഫോക്കസ് ചെയ്യുന്നതും സസ്റ്റൈനബിൾ മെറ്റീരിയൽസ് ആൻഡ് ടെക്നോളജിയിലാണ്. ഇത് അതിന് തീർത്തും യോജിച്ചതാണ്. അപ്പോൾ അവരൊരു ഇൻഡസ്ട്രിയൽ പാർട്ട്ണർ അവർ നോക്കുന്നുണ്ട്. അതിനുള്ള പ്രപ്പോസൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഉടനെ തന്നെ കൊടുക്കുന്നതായിരിക്കും. ഒരു പ്രപ്പോസൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ ഇൻഡസ്ട്രിയൽ പാർട്ട്ണറെ കണ്ടുപിടിച്ച് തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഹയർ എഡ്യൂക്കേഷനിൽ നിന്നുള്ളതായാലും മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ളതായാലും ഏത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് സാധിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ മറ്റ് മിഷനറീസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെറിനും ടീമിനും കിട്ടുന്ന പ്രതികരണം എന്താണ്? കാരണം നിങ്ങളിപ്പം ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും നല്ലൊരു റിസർച്ച് നേട്ടമുണ്ടാക്കിയല്ലോ. അപ്പോൾ നിങ്ങളുടെ മറ്റ് ടീം അംഗങ്ങളൊക്കെ ഇപ്പോൾ എവിടെയാണ്? നമ്മുടെ ലാബിലുള്ള നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ആയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഇത് കംപ്ലീറ്റ് ആക്കാൻ എല്ലാവരും ഹെൽപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ ഇതൊരു സക്സസ് ആയി നമ്മളൊരു പേപ്പർ പബ്ലിക്കേഷനിലൊക്കെ എത്തിയപ്പോൾ കുറേ പേര് നമ്മുടെ ലാബ് വിസിറ്റ് ചെയ്യാനൊക്കെ വന്നിരുന്നു. നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോഴായാലും ഒരു അഭിമാനം തോന്നുന്നുണ്ട്. നമ്മുടെ ലാബിൽ നിന്ന് നമുക്കതൊരു പ്രൊഡക്റ്റായിട്ട് നമുക്ക് ഇറക്കാൻ പറ്റി. അതൊരു ചീപ്പായിട്ടുള്ളൊരു മെറ്റീരിയലിൽ നിന്ന് ഇങ്ങനൊരു യൂസ്ഫുള്ളായിട്ടൊരു പ്രൊഡക്റ്റ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് മറ്റുള്ളവരും കൂടി നമ്മളിത് ചെയ്യുമ്പോൾ വളരെ സന്തോഷമുണ്ടായിരുന്നു. അതിൻ്റെ പ്രോസസ്സിങ്ങും എല്ലാം നമ്മൾ കാണിച്ചു കൊടുത്ത് അവരും അതിൽ നന്നായിട്ട് കൺവിൻസ് ആയി, അവരും നന്നായിട്ട് നമ്മളെ എൻകറേജ് ചെയ്ത് അങ്ങനെ നല്ലൊരു ഇതായിരുന്നു നമുക്ക് ഇതായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇത് കൂടാതെ നിങ്ങൾ വേറൊരു കാര്യം കൂടി ഡെവലപ്പ് ചെയ്തല്ലോ, അതായത് ഈ ഗ്രീൻ സിന്തസിസിലൂടെ ആൻറ്റി ബാക്ടീരിയൽ നാനോ മെറ്റീരിയൽസ്. അപ്പോൾ അതും കൂടി ഒന്ന് വിശദീകരിക്കും. അത് നമ്മുടെ ലാബിലും വേറെ ലാബിലും ഒക്കെ ആയിട്ട് കുറച്ച് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ചെയ്യുന്നുണ്ട്. അത് പ്ലാന്റിൽ നിന്ന്, അതായത് നമുക്ക് ചുറ്റും കാണുന്ന പ്ലാന്റിൽ നിന്ന് എക്സ്ട്രാക്ട് എടുത്തിട്ട് അതിൽ നിന്ന് നാനോ മെറ്റീരിയൽസ് ഉണ്ടാക്കിയെടുക്കുക.
ആ നാനോ മെറ്റീരിയൽസിന് എന്തുമാത്രം ഓരോ ബാക്ടീരിയനെ എന്തുമാത്രം ചെറുത്ത് നിൽക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുക ചെയ്യുന്നത്. ഈ കോപ്പർ ഓക്സൈഡ്, കൊബാൾട്ട് ഓക്സൈഡ് അങ്ങനെയുള്ളതിലൊക്കെ നമ്മുടെ ലാബിൽ നിന്ന് ഓൾറെഡി പേപ്പറുകൾ വന്നിട്ടുണ്ട്. ഈ കോപ്പർ ഓക്സൈഡിന് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഉപയോഗിച്ച പ്ലാന്റ്സ് എന്താണ്? പ്ലാന്റ്സ് നമുക്ക് പല പ്ലാന്റ്സ് നമുക്ക് ചൂസ് ചെയ്യാം. പാലിൻ്റെ ഇല ഉപയോഗിച്ചിട്ടുണ്ട്, കുറുന്തോട്ടി ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ തേയില, വേപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ നാനോ പാർട്ടിക്കിൾ ഉണ്ടാക്കുന്നതിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കെമിക്കൽ റൂട്ടാണ്. ഇത് ഈ പ്ലാന്റ്സിന്റെ പ്രോപ്പർട്ടി ആണോ അതോ ഇത് നാനോ സൈസിലേക്ക് വരുമ്പോൾ? ഞാൻ അത് പറയാം. അപ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന കെമിക്കൽ റൂട്ടാണ്. കെമിക്കൽ റൂട്ടിൽ ഉപയോഗിക്കുന്ന നമ്മൾ ആവശ്യത്തിലേറെ കെമിക്കലുകൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ നാനോ പാർട്ടിക്കിൾ ഫോർമേഷൻ നടക്കും. പക്ഷേ ഈ ചെറിയ പാർട്ടിക്കിളുകൾ കൂടിച്ചേർന്നിട്ട് വലിയൊരു പാർട്ടിക്കിളായിട്ട് മാറും. അപ്പോൾ വലിയ പാർട്ടിക്കിളായിട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോപ്പർട്ടി വളരെ വ്യത്യാസം വരും. അപ്പോൾ നാനോ സൈസ് തന്നെ ആയിരിക്കാം, പക്ഷേ വി കാൺ കൺട്രോൾ, ആ ഒരു പ്രോസസ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. വലുതാകുന്ന പ്രോപ്പർട്ടി അഗ്ലോമറേഷൻ എന്ന് പറയും. അപ്പോൾ ആ ഒരു സ്ഥലത്താണ് നമ്മൾ കുറച്ചുകൂടെ അതിന് വേണമെങ്കിൽ ചെയ്യാം, വളരെ വില കൂടിയ കെമിക്കൽസ് ഉപയോഗിക്കാം, അല്ല എങ്കിൽ നമ്മുടെ അതിന് വേണ്ടിയിട്ടുള്ള മെക്കാനിസംസ് ഉണ്ട്, പക്ഷേ ഇറ്റ് ഈസ് കോസ്റ്റ്ലി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചില കെമിക്കലുകൾ റീപ്ലേസ് ചെയ്തിട്ട് പ്ലാന്റിൻ്റെ എക്സ്ട്രാക്റ്റുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പ്ലാന്റ് എക്സ്ട്രാക്റ്റ് ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന ചില പ്രത്യേക കാര്യങ്ങൾ, ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലാന്റ് എക്സ്ട്രാക്റ്റിൽ അടങ്ങിയിരിക്കുന്ന ബയോ കമ്പോണൻസ് അതിനെ കവർ ചെയ്യും. അപ്പോൾ കവർ ചെയ്ത് കഴിയുമ്പോൾ അടുത്ത പാർട്ടിക്കിളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നാനോ സൈസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ കോപ്പർ ഓക്സൈഡ് നാനോ പാർട്ടിക്കിൾസിനെ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യാൻ പ്ലാന്റ് എക്സ്ട്രാക്റ്റിലൂടെ സഹായിക്കുന്നതാണ് ഞങ്ങളുടെ ഒരു നിഗമനം. അപ്പോൾ ഇത് കാരണം ബാക്ടീരിയയിലുള്ള സെല്ലുകളിലോട്ടൊക്കെ പെട്ടെന്ന് ഇറങ്ങിച്ചെല്ലാൻ, വലിയ ഇതാവുമ്പോൾ ബാക്ടീരിയയുടെ അതേ വലിപ്പമുള്ള ഒരു പാർട്ടിക്കിളിന് ഇറങ്ങിച്ചെല്ലാൻ പറ്റില്ല, സെൽ മെക്കാനിസത്തിലോട്ട് അബ്സോർവ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഈ സെല്ലിലോട്ട് ഇറങ്ങിച്ചെല്ലുന്നതിന് ഈ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ കൺട്രോൾ ചെയ്യണം. ചീപ്പായിട്ടുള്ള മെത്തേഡ്, കെമിക്കൽ മെത്തേഡ് തന്നെ നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ അത് വളരെ കോസ്റ്റ്ലിയാണ്. അത് ഇത് കുറച്ച് ചീപ്പായിട്ടുള്ള, അല്ലാതെ പ്ലാന്റിന് പ്രത്യേക കഴിവുകളൊന്നുമില്ല, പ്ലാന്റിൻ്റെ മെഡിസിനൽ എഫക്റ്റ് ഒന്നും അല്ല അതിൽ യഥാർത്ഥത്തിൽ സഹായിക്കുന്നത്. ഈ എക്സ്ട്രാക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ പല പ്ലാന്റ് എക്സ്ട്രാക്റ്റുകൾ ഈ നാനോ പാർട്ടിക്കിൾസ് കൂടിച്ചേരുന്നതിനെ തടയുന്ന ഒരു അതായിരിക്കണം അതിൻ്റെ മെക്കാനിസം. നിങ്ങൾ രണ്ട് രീതിയിലും ചെയ്തു നോക്കിയിട്ടുണ്ട്. കെമിക്കൽ മെത്തേഡിൽ കോപ്പർ ഓക്സൈഡ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, നാനോ പാർട്ടിക്കിൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അതേസമയത്ത് പ്ലാന്റ് എക്സ്ട്രാക്റ്റിൽ ഉപയോഗിച്ചിട്ടും നാനോ പാർട്ടിക്കിൾ. ഇതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇല്ലേ? ഉണ്ടാവാം, ഒരുപാട് ആപ്ലിക്കേഷൻ. ഇപ്പം ഈ ആന്റി ഫംഗൽ, ആന്റി ബാക്ടീരിയൽ ഒരുപാട് പ്രോഡക്ട്സ് ഇപ്പം കോസ്മെറ്റിക്സ് രംഗത്തുണ്ട്, ഇപ്പം പെയിന്റിലുണ്ട്, പിന്നെ മെഡിക്കൽ ഉപകരണങ്ങളിലും ഒക്കെ. ഇപ്പോൾ ഫാർമസി കോളേജിൽ 2-3 കുട്ടികൾ അവിടെ വന്നിട്ടുണ്ട് ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർ ഈ ഒരു മെഡിസിനൽ കോട്ടിങ്ങാണ് നോക്കുന്നത്. ഒരു മെറ്റീരിയലിൻ്റെ മുകളിൽ അവർ കാത്തീറ്ററിലാണ് ചെയ്യുന്നത്, അത് കോട്ട് ചെയ്തിട്ട് ആൻറ്റി ഫംഗലായിട്ടുള്ള. അങ്ങനെ ആൻറ്റി ബാക്ടീരിയൽ ക്ലോത്തിങ് ഇറങ്ങുന്നുണ്ടല്ലോ, ഇന്നർവെയർ അങ്ങനെയൊക്കെ. അപ്പോൾ ഇതിനൊരു ഒരുപാട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഇനി അടുത്തുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, ഇത് നമ്മൾ ചില ബാക്ടീരിയകൾ അല്ലെങ്കിൽ ഫംഗസ് ഉണ്ടാക്കുന്ന സാധനങ്ങളിലാണ് സ്റ്റഡി നടത്തിയിട്ടുള്ളത്. ഇനി ഇൻവിട്രോ ഇൻവിവോ സ്റ്റഡീസ് ആവശ്യമാണ്. നമ്മൾ ഫീൽഡിൽ തന്നെ സ്റ്റഡി ചെയ്യണം. ഈ സാധനം അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ എന്താ പറയുക, മൃഗങ്ങളിൽ അപ്ലൈ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. അത് ഫെസിലിറ്റീസ് ഇവിടെ ഇല്ല, അവൈലബിൾ അല്ല. അത് വേറെ ഏതെങ്കിലും കൊളാബറേഷനായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നോക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഒരുപാട് എത്തിക്കൽ കമ്മിറ്റിയൊക്കെ വെച്ചിട്ട് മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ചിലരത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കോളേജിൽ തന്നെ ചില അധ്യാപകർ അതിന് വേണ്ടിയിട്ടുള്ള മുൻകൈ എടുത്തിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ ഉണ്ടാക്കി കൊടുക്കുന്നു, ദേ വിൽ ചെക്ക്. ബാക്കിയുള്ള ഇപ്പോൾ ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനൊക്കെ അവർക്ക് ഈ അനിമൽ ലാബൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഉണ്ട് ചെയ്യുന്നു. കേരള യൂണിവേഴ്സിറ്റി തന്നെ ബയോ കെമിസ്ട്രിയിലൊക്കെ ഇത്തരത്തിലുള്ള ഫെസിലിറ്റി ഉണ്ട്. വെറ്റിനറി കോളേജിലുണ്ടാവും. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഡോക്ടർ പ്രവീൺ അവർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ വിമൻസ് കോളേജിൽ ഇപ്പോൾ ഈ ഗവേഷണ നേട്ടങ്ങൾക്ക് പിന്നിൽ അവിടുത്തെ ഒരു വലിയ ലാബും സജ്ജീകരണങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ദേശീയ തലത്തിലുള്ള വലിയ സർവകലാശാലകളിലോ ഉന്നത ഗവേഷണ കേന്ദ്രങ്ങളിലോ ഒക്കെ ചെല്ലുമ്പോൾ കാണുന്ന എല്ലാ ഫെസിലിറ്റീസും അവിടെ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ ആണ് ഒരു അറ്റ്മോസ്ഫിയർ, ഒരു റിസർച്ച് അറ്റ്മോസ്ഫിയർ ഡെവലപ്പ് ചെയ്തെടുത്തത്? ഇത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടുണ്ടായ കാര്യമൊന്നുമല്ല. ഞാൻ 2013 കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ ജോയിൻ ചെയ്യുന്നു. ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നത് അവിടെ തന്നെയാണ്. അപ്പോൾ ഒരു കൂട്ടം സമാന മനസ്കരായിട്ടുള്ള അധ്യാപകർ അവിടെ ഉണ്ട്.
ഒരു പേരെടുത്ത് പറയുകയാണെങ്കിൽ ഡോക്ടർ രതീഷ് ഉണ്ട്, ഡോക്ടർ സജി അലക്സ്, ഇവരൊക്കെ പുറം രാജ്യങ്ങളിൽ നിന്നൊക്കെ PDF ചെയ്തിട്ട് വന്നവരാണ്. അവർ ഡോക്ടർ പ്രവീൺ, ഇവരൊക്കെ പുറം രാജ്യങ്ങളിൽ നിന്ന് PDF ചെയ്തിട്ട് വന്നതാണ്. അങ്ങനെയുള്ള കുറേ അധ്യാപകർ ഗവൺമെൻറ് സെക്ടറിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ എന്തുകൊണ്ട് ഗവൺമെൻറ്റിനെ നമുക്ക് സമീപിച്ചുകൂടാ ഇതുപോലൊരു ഫെസിലിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് പ്രധാനമായിട്ട് ഒരു ഏരിയ സ്പെസിഫൈ ചെയ്തിട്ട് നാനോ മെറ്റീരിയൽസ് എന്നുള്ള, കാരണം ഇൻ്റർ ഡിസിപ്ലിനറി റിസർച്ച് നടക്കാൻ സാധ്യതയുള്ളവർ. അപ്പോൾ ഗവൺമെൻറ്റിനെ സമീപിച്ചപ്പോൾ അവർ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് പെരുമാറിയത്. ഇത് തരുന്നതിന് വേണ്ടിയിട്ട് 2016 പ്രപ്പോസൽ പോകുന്നത്. കാരണം കുറച്ച് ബേസ് സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഈ 3 വർഷം ഞാനും മറ്റുള്ളവർ ഉപയോഗിച്ചു, പല ലാബുകൾ വിസിറ്റ് ചെയ്യുകയും. കാരണം അതുപോലെ നമുക്ക് പറിച്ചു നടാൻ പറ്റില്ല. ഒരു വലിയ ലാബ് പോലെ നമുക്ക് ബാക്കി എല്ലാവർക്കും ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും നാല് ഡിപ്പാർട്ട്മെൻറ്റ്. അത് മാത്രമല്ല, കേരളം മുഴുവനുള്ള കോളേജുകൾ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇന്ന് ഉപയോഗിക്കുന്നുമുണ്ട്, കേരളത്തിലുള്ള കോളേജുകൾ ഉപയോഗിക്കുന്നുണ്ട്. പറഞ്ഞാൽ ചിലപ്പോൾ അത്ഭുതം തോന്നും, VITയിലുള്ള പിള്ളേർ ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, കാരുണ്യ യൂണിവേഴ്സിറ്റിയിലുള്ള പിള്ളേർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അപ്പോൾ ഏകദേശം 13 കോടിയോളം രൂപ ഗവൺമെൻറ് അന്ന് ഫണ്ട് ചെയ്തു. ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്ന സമയത്ത് പോലും അത് ഏകദേശം റൺ ചെയ്ത് തീരാറായി. ഇനി അവസാനത്തെ ഫേസാണ് അത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2016 പ്രപ്പോസൽ കൊടുക്കുന്നത്. 17 ഒക്കെ ആയപ്പോൾ പർച്ചേസ് സ്റ്റാർട്ട് ചെയ്തു. അന്ന് എല്ലാം ഇമ്പോർട്ട് ചെയ്യേണ്ട ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു. പർച്ചേസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നു ആ ഫണ്ട്. കഴിഞ്ഞ വർഷം ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ 2 പദ്ധതികൾ, സെൻറ്റർ ഓഫ് എക്സലൻസ് 7 പദ്ധതികൾ ഗവൺമെൻറ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ 2 പദ്ധതികളുടെ നോഡൽ ഓഫീസായിട്ട്, നോഡൽ സെക്ഷനായിട്ട് നമ്മുടെ കോളേജിനെയാണ് സെലക്ട് ചെയ്തത്. ബാക്കിയെല്ലാം യൂണിവേഴ്സിറ്റികളാണ്. കോളേജിൽ സെലക്ഷൻ കിട്ടിയിട്ടുള്ളത് നമ്മുടെ കോളേജ് മാത്രമാണ്. അതിൽ ഒരു ഇതെന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻറ്റേഷൻ ഫെസിലിറ്റിയാണ്. ഇത് കഴിഞ്ഞ വർഷം കുറച്ച് ഫണ്ട് കിട്ടി, ഈ വർഷം ഫണ്ടിന് പോയിട്ടുണ്ട്, വരും 2.5 കോടിയോളം രൂപ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെയുള്ളത് നെറ്റ്വർക്കാണ്, ഈ റിസർച്ചേഴ്സിൻ്റെ നെറ്റ്വർക്ക്. കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എല്ലാ വിഷയങ്ങളിലുമുള്ള റിസർച്ച് ചെയ്യുന്ന അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ഈ ഇൻസ്ട്രുമെൻ്റെല്ലാം ഉപയോഗിക്കാം, കുറഞ്ഞ റേറ്റിൽ, വളരെ കുറഞ്ഞ റേറ്റിൽ അവർക്ക് ഉപയോഗിക്കാം. ഞങ്ങളുടെ എന്താ പറയുക അനുഭവങ്ങൾ ഒക്കെ അവർക്ക് കൊടുക്കുന്നതിന് ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ കാരണം ഒരു റിസർച്ച് മേഖലയിൽ ഒരുപാട് ഉണർവുണ്ടാക്കുന്നതിന് വേണ്ടി സാധിക്കുന്ന പദ്ധതികളാണ്. ഈ 2 പദ്ധതികളും ഞങ്ങളിപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. ഈ വർഷം വളരെ നല്ല രീതിയിൽ അത് പോകുമെന്നാണ് വിശ്വാസം. അതിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഡോക്ടർ സജി അലക്സാണ് ഈ 2 പദ്ധതികളുടെ നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ വളരെ നല്ല രീതിയിൽ അത് പോകുന്നുണ്ട്. എല്ലാ ഇൻസ്ട്രുമെൻറ്റുകളും, ഇപ്പോൾ ഉദാഹരണത്തിന് NMR എടുക്കുകയാണെങ്കിൽ, NMR ഇന്ത്യയിൽ ഒരു കോളേജിൽ മാത്രമേ ഉള്ളൂ, അത് വിമൻസ് കോളേജിലാണ്. 5 വർഷമായിട്ട് ഞങ്ങൾ സക്സസ്ഫുള്ളി ആകെ ഒരു കോളേജിലേ ഉള്ളൂ. യൂണിവേഴ്സിറ്റികളിലുണ്ട്, സയൻസ് TFRലുണ്ട്, നിസ്റ്റിലുണ്ട്, ഐസറിലുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒരു കോളേജിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത്, NMR ഏറ്റവും തലവേദന പിടിച്ച ഇൻസ്ട്രുമെൻ്റ്, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഞങ്ങൾക്ക് 5 വർഷമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഒരു വളരെ നല്ലൊരു കാര്യമാണ്. അത് ഇന്ത്യ മുഴുവനുമുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ബാക്കിയുള്ളവർ കൊടുക്കുന്നതിനേക്കാളും വളരെ കുറഞ്ഞ റേറ്റിൽ വളരെ പെട്ടെന്ന് റിസൾട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം ഉള്ള ഒരു പ്രശ്നം കൂടി ചോദിച്ചോട്ടെ. അതായത് ഈ വിദേശ സർവകലാശാലകളിലൊക്കെ ഗവേഷണം നടത്തിയിട്ടുള്ളവർ ഇന്ത്യയിൽ തിരിച്ചെത്തിയതിന് ശേഷം പറയുന്നത്, അവിടെയാണ് ഈ പർച്ചേസിങ്ങിനൊക്കെ പ്രത്യേകം കമ്മിറ്റിയുണ്ട്, അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളവർ. അപ്പോൾ ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അതിലിരിക്കേണ്ട, നമ്മൾ വേണ്ട സ്പെസിഫിക്കേഷൻസ് കൊടുത്താൽ മതി. പക്ഷേ ഇവിടെയാണ് ഗവേഷകർ തന്നെ പർച്ചേസിംഗ് ഒക്കെ നടത്തുമ്പം വലിയ നൂലാമാലകളാണ്. കാരണം ഇവർക്ക് ഈ അഡ്മിനിസ്ട്രേഷൻ നൂലാമാലകൾ പരിചയമില്ല. ഒരുപാട് സമയം ഈ കമ്മിറ്റികളിലൊക്കെ ഇരുന്ന് പോകുന്നു. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ചില അധ്യാപകർ മുൻകൈ എടുക്കില്ല. കാരണം എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ അവരുടെ റിട്ടയർമെൻറ്റിനെയൊക്കെ ബാധിക്കും, പെൻഷൻ ആനുകൂല്യങ്ങളെ ബാധിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ കഷ്ടപ്പെടാൻ പോകുന്നത് വിദ്യാർത്ഥികളാണ്. പല സർവകലാശാലകളിലും ഞാൻ അങ്ങനത്തെ അനുഭവം കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചോദിക്കുകയാണ്, അപ്പോൾ ഇവിടെ എങ്ങനെ ഈ കടമ്പകളൊക്കെ മറികടന്നു? ഇത് ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ കാര്യമാണ്. നമ്മൾ എങ്ങനെ കാര്യങ്ങളെ സമീപിക്കുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും. ശരിയാണ്, എങ്ങനെ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ 13 കോടിയുടെ കാര്യം പറഞ്ഞല്ലോ, അത് ആദ്യം വന്നപ്പോൾ ടെൻഡറാണ് ചെയ്യേണ്ടിയിരുന്നത്. ഞാൻ വന്ന സമയത്ത് അതിനേക്കാൾ രസമായിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. ഒരു DSTയുടെ ഫണ്ട് 2-3 വർഷമായിട്ട് അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുകയാണ്. ടെൻഡർ ചെയ്യാൻ ആരും തയ്യാറില്ല. ഞാൻ വന്ന സമയത്ത് ആദ്യം DSTയുടെ ആ ഫണ്ട് ചിലവഴിക്കുന്നതിന് വേണ്ടി ഞാൻ ടെൻഡർ പഠിക്കുകയായിരുന്നു. പഠിച്ചിട്ട് ഞാൻ തന്നെ അത് മുൻകൈ എടുത്തിട്ട്
അത് ചെയ്യായിരുന്നു. അതുപോലെ ഈ ഒരു പ്രശ്നത്തിൻ്റെ കാര്യത്തിലും ടെൻഡറിങ് ആയിരുന്നു ചെയ്യേണ്ടി വന്നത്. പിന്നെ ജെമ്മെന്ന് പറഞ്ഞ പ്രോസസ്സുണ്ട്. ഇങ്ങനെ ഒരുപാട് നൂലാമാലകളുണ്ട്. അത് പഠിച്ച് ചെയ്യാൻ പലപ്പോഴും പലരും തയ്യാറല്ല എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ ചില സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് വിദേശ യൂണിവേഴ്സിറ്റികളിലുള്ള കാര്യം പറഞ്ഞതുപോലെ ഇപ്പോൾ ചില ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ പർച്ചേസ് കമ്മിറ്റി നിലവിലുണ്ട്. ചില IITകളിലും ഐസറിലും ഒക്കെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഞങ്ങൾ അവരുടെ സഹായമാണ് സ്വീകരിച്ചത് ആദ്യമായിട്ട്. ഇപ്പോൾ ഒരു ഇൻസ്ട്രുമെൻ്റ് വാങ്ങുകയാണെങ്കിൽ ആദ്യം സമീപിക്കുന്നത്, ഞങ്ങൾ ആദ്യം ഒരു സ്റ്റഡി നടത്തിയിട്ട് ഞങ്ങൾ എല്ലാവരും ഇരുന്നിട്ട് സ്പെസിഫിക്കേഷൻസ് ഫിക്സ് ചെയ്യും. നമ്മുടെ ആദ്യം ഐസറിലോ മറ്റുള്ള എക്സ്പേർട്ടിനെ അല്ലെങ്കിൽ നിസ്റ്റിലുള്ള എക്സ്പേർട്ടിനെ, ഈ ഫീൽഡിലുള്ള പർച്ചേസിങ് എക്സ്പേർട്ടിനെയും ഈ ഇൻസ്ട്രുമെൻറ്റുമായിട്ട് പരിചയമുള്ള അധ്യാപകരെയും ചേർത്ത് വെച്ചുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അതിലൊന്നും ഒഴിവാകാം. ഇപ്പോൾ സ്പെസിഫിക്കേഷൻ ഒരു കമ്പനിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കി എന്നുള്ള പരാതി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഒരു ധൈര്യത്തിലങ്ങ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ ഫണ്ട് വേസ്റ്റായി പോകും. നമ്മുടെ പലപ്പോഴും ഒരു ക്ലർക്ക് വരുത്തുന്ന കാലതാമസമാണ് ഫണ്ട് നഷ്ടപ്പെടുന്നതെന്നൊക്കെ നമ്മളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതനുസരിച്ചായിരിക്കും. ഞങ്ങൾക്ക് പ്രിൻസിപ്പൾമാരിൽ നിന്നൊക്കെ വളരെ നല്ല സപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത്. ചില കോളേജുകളിൽ അങ്ങനെയൊന്നും ചെയ്യാറില്ല, എനിക്ക് പെൻഷൻ വാങ്ങണമെന്നുള്ള ഒരു പക്ഷേ പ്രിൻസിപ്പൾമാരിൽ നിന്നൊക്കെ വളരെ, അത് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് എന്താണോ തീരുമാനിക്കുന്നത് അതുപോലെ ആയിരിക്കും ബാക്കിയുള്ളവർ നിൽക്കുക. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ക്ലർക്കുമാരെയൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അത് ചെയ്യാറുണ്ട്. ചില കാര്യങ്ങളിൽ അങ്ങനെ ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് അവരുടെ സുരക്ഷ നോക്കുന്നതിൻ്റെ പ്രശ്നമാണ്. അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ. ഈ സർക്കാർ ഫണ്ട് കൂടാതെ ഇപ്പോൾ ഗവേഷണ നേട്ടങ്ങളിലൂടെയൊക്കെ കോളേജിന് സ്വന്തമായിട്ട് എത്രമാത്രം ഫണ്ട് സ്വരൂപിക്കാൻ കഴിയുന്നുണ്ട്? ഇപ്പോൾ ഉള്ളത് ഞങ്ങൾ ഇതിൽ വരുന്നത് ഈ ഇൻകംസ്, ഇത് പുറത്ത് സാമ്പിള് പുറത്തുനിന്നുള്ള സാമ്പിൾ വരുന്നത് കാരണം ഉണ്ടാകുന്ന ഇൻകം ജനറേഷൻ നടക്കുന്നുണ്ട്. പ്രധാനമായിട്ടും 3-4 ഇൻസ്ട്രുമെൻറ്റുകൾ അങ്ങനെ ഇൻകം ചെയ്യുന്നുണ്ട്. അതിനൊക്കെ അതുപോലെ തന്നെ കൊളാബറേറ്റീവ് വർക്കുകൾ നടക്കുന്നുണ്ട്. പല യൂണിവേഴ്സിറ്റികളുമായിട്ടും കോളേജുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊളാബറേറ്റീവ് വർക്ക് നടക്കുന്നുണ്ട്. അത് നമുക്ക് അക്കാഡമിക്കായിട്ടുള്ളൊരു ഇതുണ്ടാകും. പേപ്പർ പബ്ലിഷ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നലെ ഞാൻ ഒരു പേപ്പർ വന്നിട്ടുണ്ടായിരുന്നു ജേണൽ ഓഫ് പവർ സോഴ്സിൽ. അപ്പോൾ ഒരു Q&A ജേണലാണ്. അത് ഞങ്ങൾ തൃശ്ശൂർ ഒരു കോളേജുമായിട്ട് ചേർന്ന് ചെയ്ത ഒരു വർക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ആ എക്സ്പോഷർ കിട്ടുന്നുണ്ട്. കൂടുതൽ പബ്ലിക്കേഷനിലോട്ട് പോകുന്ന ഒരു എക്സ്പോഷർ കിട്ടുന്നുണ്ട്. പിന്നെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, എല്ലാ റിസർച്ചിനും ഉള്ള അടുത്ത ഘട്ടം എന്ന് പറയുന്നത് കൂടുതൽ മെറ്റീരിയൽസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ഉദാഹരണത്തിന് കെമിസ്ട്രിയിൽ ഇപ്പോൾ ദേ ആർ ഡെവലപ്പിംഗ് സം നാനോ സെൻസേഴ്സ് ഫോർ ഡിറ്റക്റ്റിംഗ് ചില പ്രത്യേക സാധനങ്ങൾ ഡിറ്റക്ട് ചെയ്യുന്നത്. എൻ്റെ ലാബിൽ തന്നെ ക്യാൻസർ ഡിറ്റക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതുപോലുള്ള സെൻസറുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ സൂപ്പർ കപ്പാസിറ്റർ പോലുള്ള ആ മെറ്റീരിയൽ ഉണ്ടാക്കുന്നതുമായിട്ട് ഇൻഡസ്ട്രിയൽ കൊളാബറേഷനിലോട്ട് പോകാൻ അതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റേജിലാണ്. നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്, ഞങ്ങളുടെ അടുത്തോട്ട് ആൾക്കാർ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഒരു 7-8 വർഷം കൊണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അല്ലെങ്കിൽ അധ്യാപകരുണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. അത് നടക്കുന്നുണ്ട്. ഉറപ്പായിട്ടും അത് നടക്കും. അത് പെട്ടെന്നുണ്ടാകുന്ന ഒരു കാര്യമല്ല. എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ്. IITകൾ പോലും വളരെ പെട്ടെന്ന് ഒരു ഇതിലോട്ട് വന്നിട്ടില്ല. അത് ഒരുപാട് വർഷങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മാത്രമേ അതിലോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. മെറിൻ, ഇനി എന്താണ് മുന്നോട്ട്? ഇപ്പോൾ നമ്മുടെ ഈ ഒരു സൂപ്പർ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇൻഡസ്ട്രിയലി നല്ലൊരു ഓപ്പണിംഗ് ഉള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ഞാനിപ്പോൾ ഒരു ഫൈനൽ സ്റ്റേജിലാണ്. ഇപ്പോൾ എൻ്റെ PhDയുടെ ഫൈനൽ സ്റ്റേജിലാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഓപ്പണിങ്ങും കൂടി ഇപ്പോൾ ഈ ഒരു ഇതുകൊണ്ട് തുറന്നു കഴിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ഇൻഡസ്ട്രിയലായിട്ട് ഒരു എനർജി സ്റ്റോറേജ് എന്നുള്ള ഒരു ഫീൽഡിലേക്കും, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഓഫ് ആക്ടിവേറ്റഡ് കാർബൺ എന്നുള്ള രീതിയിലേക്കൊക്കെ ഒരു സ്പേസ് ഓപ്പൺ ചെയ്തിരിക്കുക. ഒരു കോളേജ് ലെക്ചർ എന്നുള്ളതിനേക്കാളും ഈ ഒരു രീതിയിലേക്കും കൂടി നമ്മുടെ ഒരു ഇൻഡസ്ട്രി രീതിയിലേക്കും കൂടി നമ്മുടെ ഒരു ഈ ഒരു വർക്ക് കാരണം അങ്ങനെയും കൂടി ഒരു ഓപ്പൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നല്ല സന്തോഷം. ഇനി അങ്ങനെയുള്ള ഒരു രീതിയിലും കൂടി നമ്മുടെ ഈ ഒരു ഇത് നമ്മൾ ഇത് ചെയ്തെടുക്കാൻ നോക്കണം. സാർ, ഇപ്പോൾ നമുക്ക് ഈ സ്റ്റുഡൻസൊക്കെ ഇവിടുന്ന് പോവുകയാണ് യൂറോപ്പിലേക്കൊക്കെ. ഇവിടെ കാലഹരണപ്പെട്ട സിലബസാണ്, ജോലി സാധ്യതയില്ല. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? ജോലി സാധ്യത എന്ന് പറയുന്നത് യൂറോപ്പിലായാലും പോകുന്നവർ ചെയ്യുന്നതെല്ലാം അവരുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലിയൊന്നുമല്ല. അപ്പോൾ ഇവിടെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കാരണം ഇൻഡസ്ട്രിയലായിട്ടുള്ള ഒരു വളർച്ച ഇന്ത്യയിൽ പൊതുവെ രേഖപ്പെടുത്തുന്നുണ്ട്. കേരളം പ്രത്യേകിച്ചും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെയേറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പ്രോഡക്റ്റിലോട്ട് പോകുന്ന രീതിയിൽ വിദ്യാഭ്യാസ കാര്യങ്ങൾ, ഇപ്പോൾ റിസർച്ച് ആയാലും
ഇപ്പോൾ 4 വർഷത്തെ കോഴ്സുകൾ വന്നപ്പോൾ വളരെ മാറ്റം ഉണ്ടാകുന്നുണ്ട്. കാരണം സിലബസ് വർഷം തോറും അല്ലെങ്കിൽ സെമിസ്റ്റർ വൈസ് തന്നെ റിന്യൂ ചെയ്യുന്നുണ്ട്. ഒഴിവാക്കാനുള്ള പോർഷൻസ് ഒഴിവാക്കുന്നുണ്ട്, ചേർക്കാനുള്ളത് ചേർക്കുന്നുണ്ട്. അങ്ങനെയുള്ള മാറ്റം ഈ 4 വർഷത്തെ കോഴ്സിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ എക്സ്പോഷർ കിട്ടുന്നുണ്ട്. ഇതുപോലെ ഇപ്പോൾ കഴിഞ്ഞ വെക്കേഷനിൽ പല കോളേജുകളിൽ നിന്നായിട്ട് കുറേ കുട്ടികൾ ഞങ്ങളുടെ ലാബുകളിൽ തന്നെ ഇൻറ്റേൺഷിപ്പിന് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 10-15 ദിവസം അവരിവിടെ ഉണ്ടായിരുന്നു. അവരെ ഞങ്ങൾ പഠിപ്പിച്ചത് ഒരു പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടാക്കാം, അതെങ്ങനെ ക്യാരക്ടറൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മളത് ഫോക്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ബേസിക് സയൻസ് ഓക്കെ അത് ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഈ ഒരു രീതിയിലുള്ള ഒരു മെക്കാനിസം ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഉണ്ടായി വരുന്നുണ്ട്, കേരളത്തിൽ പ്രത്യേകിച്ചും ഉണ്ടായി വരുന്നുണ്ട്. പണ്ട് മുതലേ ഉണ്ട്. IIT പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അതിൻ്റെ ഫലം അവരനുഭവിക്കുന്നുമുണ്ട്. നമ്മുടെ ഒരു രീതിയിൽ അത് ഉണ്ടായി വരുന്നുണ്ട്. ഗവൺമെൻറ് ആ കാര്യത്തിൽ വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കൊടുക്കുന്ന പ്രപ്പോസലുകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാറ്റം ഉണ്ടാവുമായിരിക്കാം. ഈ വർഷം മുതൽ കുറച്ചുകൂടെ മാറ്റം ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ വിമൻസ് കോളേജിലെ ഈ റിസർച്ച് അന്തരീക്ഷം മറ്റു കോളേജുകൾക്കും ലഭ്യമാകട്ടെ. ഇത് ഒരു മാതൃകയായി മറ്റ് അധ്യാപകരും പിന്തുടരട്ടെ. എല്ലാവിധ ആശംസകളും. എത്രയും വേഗം ഇത് ഒരു ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റായിട്ട് ജനങ്ങൾക്ക് മുന്നിലെത്തുകയും വിദ്യാർത്ഥികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്നതുമാകട്ടെ. എല്ലാവിധ ആശംസ. നന്ദി. This is Science Talk. Until next time, keep asking questions, staying curious and building a better tomorrow.